നിലാക്കീറിലേക്ക് സ്വാഗതം. മരിയയും ജോണും ഇടവകയിലെ മാതൃക ദമ്പതികളായിരുന്നു. മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നായിരുന്നു അവരെക്കുറിച്ച് എല്ലാവരും പറഞ്ഞിരുന്നത്. ഒരു ദിവസം മരിയ കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞ് അമ്മയെ കാണാനെത്തി. തനിക്കും ജോണിനും ഇടയിലുള്ള കലഹങ്ങളെയും പ്രതിസന്ധികളെയും കുറിച്ച് പറഞ്ഞതിന് ശേഷം വല്ലാത്ത മടുപ്പോടും സങ്കടത്തോടും കൂടെ മരിയ ഇങ്ങനെ പറഞ്ഞു: അമ്മേ, ഞങ്ങൾക്കിടയിൽ ആദ്യമുണ്ടായിരുന്ന സ്നേഹവും സന്തോഷവും ഇല്ലാതായതുപോലെ ഞങ്ങൾക്കിപ്പോൾ ഒരടുപ്പവും തോന്നുന്നില്ല. ഞങ്ങളിനി പിരിയുന്നതാവില്ല നല്ലത്. മരിയയുടെ ചോദ്യം അമ്മയെ വല്ലാതെ ഭാരപ്പെടുത്തി. എങ്കിലും അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു: മോളെ, എല്ലാ ബന്ധങ്ങളിലും വരണ്ട നേരങ്ങളുണ്ടാകും. മുമ്പുണ്ടായിരുന്ന സ്നേഹം ചിലപ്പോൾ ഇല്ലാതായി എന്ന്, സ്നേഹത്തിൻ്റെ വീഞ്ഞ് തീർന്നുപോയി എന്ന് തോന്നും. എന്നാൽ അതോടെല്ലാം അവസാനിച്ചു എന്നല്ലല്ലോ. ഇനി അഥവാ നമുക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് തോന്നിയാലും ദൈവത്തിൻ്റെ സാധ്യതകൾ തീരുന്നില്ലല്ലോ. ദൈവത്തിന് കൂടി അവസരം കൊടുക്കുമ്പോൾ കാനായിലെ പോലെയുള്ള അത്ഭുതം നമ്മിലും സംഭവിക്കാമല്ലോ. ഏറ്റവും നല്ല വീഞ്ഞ് ഇനിയാണ് വിളമ്പുന്നതെങ്കിലോ. ജീവിതത്തിലെ ചില പ്രതിസന്ധികൾക്ക് മുന്നിൽ ഇനി ഒന്നും ചെയ്യാനില്ലെന്ന വിചാരത്തിനു പകരം ദൈവത്തിന് ഒരവസരം കൊടുക്കാമെന്ന് ചിന്തിക്കാനായാൽ ചിലപ്പോൾ കാര്യങ്ങൾ മാറിയേക്കും. കാനായിലെ കല്യാണ വീട്ടിൽ സംഭവിച്ചത് അതായിരുന്നു. കാനായിൽ നടന്ന വിരുന്നിന് ഇടയിൽ വീഞ്ഞു തീർന്നു പോയത് മനസ്സിലാക്കിയ മറിയം ആ കുടുംബം നേരിടുന്ന അപമാനകരമായ സാഹചര്യത്തിൽ ഇടപെടാൻ യേശുവിനോട് പറയുകയും അങ്ങനെ യേശുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് സേവകർ കൽഭരണികളിൽ നിറയ്ക്കുന്ന വെള്ളം വീഞ്ഞായി മാറുകയും ചെയ്യുന്നു. യേശു ചെയ്ത ആദ്യത്തെ അടയാളമായി യോഹന്നാൻ അവതരിപ്പിക്കുന്ന കാനായിലെ സംഭവം വെള്ളം വീഞ്ഞായി മാറുന്ന അത്ഭുതം എന്നതിനേക്കാൾ ബന്ധങ്ങളിൽ സംഭവിക്കാവുന്ന വീണ്ടെടുപ്പിൻ്റെ അതിശയത്തെക്കുറിച്ച് ചിന്തിക്കാനാണ് നമ്മെ ക്ഷണിക്കുന്നത് എന്ന് തോന്നുന്നു. കാരണം സ്നേഹത്തിൻ്റെ വീഞ്ഞ് തീർന്നു പോകുന്നത് നമ്മിൽ പലരുടെയും അനുഭവമാണ്. അത് സംഭവിക്കാതിരിക്കാനുള്ള വഴികളെക്കുറിച്ച് ഈ സുവിശേഷ ഭാഗം ചിലതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിലെ ഒന്നാമത്തെ പാഠം ഇതാണ്: പ്രശ്നങ്ങളെ തിരിച്ചറിയുക. കനായിലെ ഭവനത്തിൽ ശൂന്യമായി തുടങ്ങിയ വീഞ്ഞുകുടം ഉണ്ടാക്കുന്ന സങ്കടം മറിയം തിരിച്ചറിഞ്ഞു. സ്നേഹത്തിൻ്റെ വീഞ്ഞുകുടം വറ്റിപ്പോകുന്ന അനുഭവം ബന്ധങ്ങളിൽ സംഭവിച്ചേക്കാം. അത് വളരെ സ്വാഭാവികമാണ്. എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന തോന്നലും അവഗണിക്കപ്പെടുന്നു എന്ന സങ്കടവും ഇനി പഴയതുപോലെ സ്നേഹിക്കാനാവില്ല എന്ന നിരാശയും ഒക്കെ ചേരുമ്പോൾ പഴയ സ്നേഹം ഇല്ലാതായിപ്പോയി എന്ന് തോന്നും. അതുകൊണ്ട് രണ്ടുപേർക്കിടയിലെ ബന്ധത്തിൽ പഴയ ഊഷ്മളത ഇല്ലാതായി തുടങ്ങിയെന്ന് മനസ്സിലാക്കിയാൽ പരിഹരിക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാലല്ലേ അത് പരിഹരിക്കാനുള്ള വഴി തേടാനാവും. രണ്ടാമത്തെ പാഠം സഹായം ചോദിക്കാൻ ലജ്ജിക്കാതിരിക്കുക എന്നതാണ്. ആ കുടുംബത്തിൻ്റെ പ്രതിസന്ധി പരിഹരിക്കാനായി യേശുവിൻ്റെ സഹായം തേടാൻ മറിയം തയ്യാറായി. നമ്മുടെ പ്രശ്നങ്ങൾ ആരും അറിയാതിരിക്കണമെന്നതാണ് പൊതുവെ നമ്മുടെ വ്യഗ്രത. പക്ഷേ അതിനേക്കാൾ പ്രധാനമല്ലേ അത് പരിഹരിക്കപ്പെടുകയെന്നത്. രണ്ടുപേർക്കിടയിൽ കലഹമുണ്ടാകുമ്പോൾ ഇരുവരും മറ്റേയാളാണ് പ്രശ്നകാരണം എന്ന് വാദിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് അവർ തമ്മിലുള്ള സംസാരം മിക്കവാറും പരസ്പരമുള്ള കുറ്റപ്പെടുത്തലായി മാറും. ഇവിടെയാണ് മൂന്നാമതൊരാളുടെ ഇടപെടൽ സഹായകരമാവുന്നത്. കാര്യങ്ങളെ കുറച്ചുകൂടി സമഗ്രതയോടെ മനസ്സിലാക്കാൻ അയാളുടെ സാന്നിധ്യം സഹായിച്ചേക്കും. അതുകൊണ്ട് വിശ്വാസമുള്ള ഒരാളുടെ മുമ്പിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം. നിർദ്ദേശങ്ങൾ നിസ്സാരമാണെങ്കിലും അത് ചെയ്യാൻ തയ്യാറാവുക എന്നതാണ് മൂന്നാമത്തെ പാഠം. അവൻ പറയുന്നത് പോലെ ചെയ്യുകയെന്ന് മറിയം പറയുന്നതിൻ്റെ അർത്ഥമോ ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു പറയുന്നതിൻ്റെ ഉദ്ദേശ്യമോ അവിടെയുള്ള സേവകർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്നിട്ടും അവർ ഭരണികൾ വക്കോളം നിറച്ചു. നമ്മൾ നേരിടുന്ന പ്രശ്നത്തിന് പരിഹാരമായി നൽകപ്പെടുന്നത് അത്ര വലിയ കാര്യങ്ങളാകണമെന്നില്ല. സോറി ചോദിക്കുക, നീ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണെന്ന് പറയുക എന്നൊക്കെ ആവശ്യപ്പെടുമ്പോൾ അത് തീരെ നിസ്സാരമായി തോന്നാം.
വളരെ നിസ്സാരങ്ങളായ കാര്യങ്ങൾക്ക് വലിയ കലഹത്തിനുള്ള കാരണമാകാമെങ്കിൽ ലളിതമായ പ്രവൃത്തികൾക്ക് പ്രശ്നം പരിഹരിക്കാനും കഴിഞ്ഞേക്കുമല്ലോ. 4-ാമത്തെ പാഠം മികച്ചതിന് ഇനിയും സാധ്യതയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ്. ആ വീടനുഭവിച്ച ആകുലതയൊക്കെയും യേശുവിൻ്റെ ഇടപെടലിന് ശേഷം ആഹ്ലാദമായി പരിണമിക്കുന്നുണ്ട്. മേൽത്തരം വീഞ്ഞ് അതിനുശേഷം വിളമ്പാനായി എന്നതാണ് അവരുടെ ആഹ്ലാദത്തിന് കാരണം. കഷ്ടതയുടെ നേരങ്ങൾ അപമാനങ്ങളിലും ദുരന്തങ്ങളിലും അവസാനിക്കണമെന്നില്ല. മഹത്തരമായത് ഒരുപക്ഷെ ഇനിയായിരിക്കാം സംഭവിക്കുന്നത്. പച്ചവെള്ളത്തിന് വീഞ്ഞായി മാറാമെങ്കിൽ അകന്നുപോയ ഹൃദയങ്ങൾക്ക് ഇനിയും സ്നേഹഭരിതമാകാൻ കഴിയും എന്നതിൻ്റെ സൂചന കൂടിയാണല്ലോ. അതുകൊണ്ട് ഇനിയെല്ലാം അവസാനിപ്പിക്കാമെന്ന് ഉറപ്പിക്കുകയല്ല, നമുക്കിനിയും ശ്രമിക്കാമെന്ന് പരസ്പരം പറയാം. സ്നേഹത്തിൻ്റെ മനോഹരമായ നിമിഷങ്ങൾ ഒരുപക്ഷെ ഇനിയാണ് സംഭവിക്കുന്നതെങ്കിലോ. ജീവിതത്തിൻ്റെ ചാരുത എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ സാധ്യതകൾ അവസാനിക്കുന്നില്ല എന്നതാണ്. ഈ കൊടും വേനലിനു ശേഷം ഇനിയും മഴ പെയ്യും. ഒരിക്കലിട്ട സ്നേഹത്തിൻ്റെ വിത്ത് മുള നീട്ടും. സൂര്യൻ പ്രത്യാശയുടെ നാമ്പുകളെ ചുംബിക്കും. വസന്തം വന്നു ചേരും. ഒന്നും നിത്യമായി തീർന്നു പോകുന്നില്ല. സ്നേഹത്തിൻ്റെ വീഞ്ഞുകൂടം ഇനിയും നിറയ്ക്കാവുന്നതേയുള്ളൂ. പ്രാർത്ഥിക്കാം. ഈശോയെ, സ്നേഹിക്കാൻ ഞങ്ങൾ പരാജയപ്പെടുമ്പോൾ നിന്നോട് ചേർന്ന് ഞങ്ങളുടെ സ്നേഹത്തെ വീണ്ടെടുക്കാൻ കഴിയുമെന്ന് ഓർമ്മിക്കാൻ ഞങ്ങൾക്ക് ഇടവരണമേ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.